നമ്മുടെ പത്മകുമാറിന് ഏത് പത്മകുമാർ? ജി പത്മകുമാർ. ജി പത്മ ഏഷ്യാനെറ്റിലെ ചീഫ് പ്രൊഡ്യൂസറും സൃഷ്ടാവും ഒക്കെ ആയിരുന്ന പത്മകുമാറിന്റെ ഒരു ആത്മാവായത്. അപ്പൊ അത് എന്തോ ഒരു ആവശ്യമായിട്ട് വന്നത് എന്താ പറഞ്ഞു? സാറിന് ആദരിക്കാന്ന് വിചാരിച്ചിട്ട് വന്നു. ആദരിക്കാം. തൊപ്പിയാണോ? തൊപ്പിയുണ്ട്. ഒരു തൊപ്പി ബ്ലോഗറുകാരെ കുറച്ച് പ്രശ്നം ഉണ്ടാക്കി. ഓക്കെ ഓക്കെ, പ്രമാദമായിരിക്കും. ഒന്ന് ക്ലോസ് ആക്കിക്കോ. മാലയുണ്ടോ? ഇത് തമിഴ് ശൈലായി പോലും. ഓക്കെ, ഇവിടെ വരുവാനും ഈ മാലയൊക്കെ വാങ്ങിക്കാനും കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണും. ചേട്ടന്റെ പേരെന്താ പറഞ്ഞു? വിദ്യാധർഷേണായി ആണോ ഇത്? ഓക്കെ, സന്തോഷം. കൽപ്പറ്റയിൽ കണ്ടു നമ്മള്. ഓക്കെ ചേട്ടാ വ്യാപാരി വ്യവസായി സമൂഹത്തിന്റെ സ്നേഹപൂർവമായൊരു മുല്ലപ്പൂവാണോ? ഓ ചേട്ടാ, ഈ മാലയേക്കാൾ നമ്മൾ കോഴിക്കോട് വരുന്നതാണ് നമ്മുടെ ഏറ്റവും. കോഴിക്കോട് വരും സാർ, ഞങ്ങളുടെ പദ്ധതി കൂടെ ഒന്ന്. ചേട്ടാ, തൊപ്പി നമ്മുടെ തൊപ്പി പിടിക്കാറുണ്ട്. ഓക്കെ തൊപ്പി ഇതൊക്കെ തൊപ്പി പക്ഷെ വലിയ മാർക്കറ്റ് വാല്യൂ ഉള്ള തൊപ്പി അല്ലേ ചേട്ടൻ? എന്താ പറയാൻ വന്നു? ചേട്ടൻ പറഞ്ഞു. മൈക്കുണ്ട് ചേട്ടൻ പറഞ്ഞു. ഒറ്റ ലൈനെ ചേട്ടൻ അനുവദിച്ചിട്ടുണ്ട്. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ലെവലിൽ യൂത്ത് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് വർഷാവർഷം നടത്തുന്നുണ്ട്. അത് എല്ലാ തലത്തിലും ഇന്ത്യ മുഴുവൻ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഈ മയക്കുമരുന്നായിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. 2 ലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. തലശ്ശേരി ടൗണിലും തലശ്ശേരി ക്ലബ്ബ് ഏകദേശം ഒരു 4 സ്കൂളുകളോളം ക്ലാസ് എടുത്തു. 3 ലൈൻ. താങ്ക് യു. ഒന്നി പഠിച്ച 3. റീന സതീശൻ ഫോട്ടോ ആക്കി. ഓക്കെ മോളെ, ജോലിക്ക് സമയമില്ലേ മോൾക്കോ? എറണാകുളത്താ. അപ്പൊ ഒരു കാര്യം ഞാൻ കാണാം. ലഹരിനെ പറ്റി. പിന്നെ ഈ കുട്ടികൾ ലഹരിന്റെ ഇതിൽ പോകുമ്പോ നമുക്ക് അമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആ കുട്ടികൾക്ക് ഇപ്പൊ സെപ്പറേറ്റ് റൂംസ് അല്ലേ, അപ്പൊ ആ റൂംസ് ഒന്ന് പരിശോധിച്ചാൽ മതി. റൂം പരിശോധിക്കണം. അപ്പൊ എപ്പം നമ്മൾ അവിടെ എപ്പം നമ്മൾ അവിടെ കേറുന്നതിന് വിലക്ക് വരുന്ന ആ സമയം തീരുമാനിക്കാൻ മക്കള് ഏതോ വഴിക്ക് പോകുന്നുണ്ട്. ശരിയല്ലേ? മിനി ബാബു ആശ എല്ലാരും അന്വേഷിച്ചു. അത് നമ്മുടെ ആ കമന്റ് ബോക്സിൽ അപ്പൊ കാണാം. അപ്പൊ ഫോട്ടോ എടുക്കാം വരൂ. അപ്പൊ നമുക്കിനി ഒരു ഇടവേള പോകണം. അപ്പൊ നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം കേട്ടോ. ഓക്കെ ചേട്ടാ, ഓക്കെ. അപ്പൊ നിങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ട് ക്ഷണിക്കുന്നു. അപ്പൊ കോഴിക്കോട് വരുന്ന അവസാനം ബീച്ച് നിറഞ്ഞു പോകും. 10 ലക്ഷം വരുമല്ലോ. സൂപ്പർ. അത്താണ് വേണ്ടത്. അപ്പൊ എല്ലാരും വരിക. കാരണം എന്താ അറിയോ, കേരളത്തിൽ ഇതിൽ കൂടുതൽ അപകടം ഉണ്ടാകാനില്ല. ഈ അപകടത്തിൽ നമുക്ക് കേരളത്തെ മോചിപ്പിച്ചെടുത്തില്ലെങ്കിൽ നമ്മളും നമ്മുടെ വരാൻ പോകുന്ന തലമുറയും നമ്മുടെ കുട്ടികളും പെൺകുട്ടികളും എല്ലാം അനുഭവിക്കും.